ഹായ് ഫ്രണ്ട്സ്, ആരതി ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലത്തിൽ നിന്ന് തൈപ്പൂയ കാവടി പോകുന്നുണ്ടായിരുന്നു. അതിന് മുന്നോടിയായി ഞങ്ങൾ എല്ലാം ഞങ്ങളുടെ അടുത്തുള്ള വീടുകളിലും ഞങ്ങളുടെ വീടുകളിലും ചുറ്റുപാടും അമ്പലത്തിലും എല്ലാം വിളക്ക് കത്തിച്ച് വെക്കുന്നുണ്ടായിരുന്നു. ചട്ടി വിളക്കുകളും വിളക്കും റോഡിലെല്ലാം കത്തിച്ച് തൈപ്പൂയ കാവടി ആഘോഷം കൊണ്ടാടുമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള അമ്പലമാണ്. അവിടെ വാദ്യമേളങ്ങളോടുകൂടി തന്നെ തൈപ്പൂയ മഹോത്സവം ആഘോഷിക്കുകയാണ്. അവിടെ എല്ലാവരും താലപ്പൊലിയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു അമ്പലമാണ്. അവിടെ ദീപാരാധന കഴിഞ്ഞ് തൊഴുതിറങ്ങിയ സമയത്ത് ഘോഷയാത്ര എഴുന്നള്ളാൻ പോവുകയാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളുമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അവിടെ കുറച്ച് നേരമായിട്ട് ചെണ്ടമേളവും കാര്യങ്ങളുമൊക്കെ നടക്കുവാണ്. ചെണ്ടമേളം കഴിഞ്ഞ ശേഷം ഭഗവാന്റെ തിടമ്പേറ്റി കാവടി ഘോഷയാത്ര പോവും. അത് പാണ്ഡവത്ത് തന്നെ വേറൊരു അമ്പലമുണ്ട്, ബാലസുബ്രഹ്മണ്യൻ്റെ ഒരു അമ്പലമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടാണ് ഘോഷയാത്ര പോകുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ബാലമുരുകനെ ഒരുക്കി തിടമ്പേറ്റി ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ രഥഘോഷയാത്ര പോകാനായിട്ട് എല്ലാം റെഡിയാക്കുകയാണ്. രഥത്തിൽ മുരുകഭഗവാനെ വെച്ച ശേഷം മയിൽവാഹനമേറി നിൽക്കുകയാണ്. തിരുമേനി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വിളക്ക് കത്തിച്ച് തിടമ്പുകളെല്ലാം റെഡിയാക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ തിരുമേനി വിളക്ക് കത്തിച്ച് പൂജകളൊക്കെ തുടങ്ങി. ഈ പൂജയ്ക്ക് ശേഷം വാദ്യമേളങ്ങളോടുകൂടി തന്നെ ചെറിയ അമ്പലത്തിലേക്ക് ഇവിടുന്ന് ഘോഷയാത്ര പോകും. ഘോഷയാത്ര പോയി തൈപ്പൂയ മഹോത്സവ ഘോഷയാത്രയാണ്. അപ്പം മാലയൊക്കെ പൂജിക്കുകയാണ്. തിരുമേനിയെല്ലാം പൂജിച്ചിട്ടാണ് ഇവിടെ നിന്നെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഘോഷയാത്ര പോകാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെണ്ടക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. എല്ലാവരും ഇത് കഴിഞ്ഞ ശേഷം വേണം നമുക്ക് ചെണ്ടക്കാരൊക്കെ റെഡിയായി ഘോഷയാത്ര പോകാനായിട്ട്. അപ്പോൾ ഇവിടുന്ന് രഥത്തിലാണ് പോകുന്നത്. രഥത്തിൽ പോയി നമ്മുടെ കുറേ രഥഘോഷയാത്രയാണ് പോകുന്നത്. പിന്നെ താലപ്പൊലിയോടും വാദ്യമേളങ്ങളോടുമുള്ള അകമ്പടിയോടുകൂടിയാണ് രഥഘോഷയാത്ര പോകുന്നത്. അവിടെ ചെന്ന് ഭഗവാന്റെ തിരുവാറാട്ട് കഴിഞ്ഞ ശേഷം കൊടിയിറക്കോടുകൂടിയാണ് നമ്മുടെ തൈപ്പൂയ മഹോത്സവം സമാപിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് പോകാനായിട്ടുള്ള ഏകദേശ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. അപ്പം നമുക്കും പതുക്കെ ഘോഷയാത്രയിലൂടെ മുമ്പോട്ട് പോകാം. ഞങ്ങളിവിടെ നിൽക്കുവാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം. അവിടെ ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ ഘോഷയാത്ര പോകാനായിട്ടുള്ള എല്ലാ ഒരുക്കത്തിലും നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ചെണ്ടക്കാരൊക്കെ ഉണ്ട്. അപ്പം ചെണ്ടമേളമൊക്കെ കേട്ട് നമുക്കും പോകാം. ചെണ്ടക്കാരും കാവടി ഘോഷയാത്രയും പോയി. ഇനി പുറകെ രഥം പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ്. രഥം വലിക്കാൻ ആളുകളുണ്ട്. അവരാണ് രഥം കൊണ്ട് പോകുന്നത്. അപ്പം ഘോഷയാത്ര താലപ്പൊലിയൊക്കെ മുമ്പേ പോവുകയാണ്. ചെണ്ടക്കാരാദ്യമേ, പിന്നെ താലപ്പൊലിയും ചെണ്ടക്കാരും പോയ ശേഷം കാവടിക്കാർ, അങ്ങനെയാണ് പോകുന്നത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തു കൂടെ തന്നെയാണ് ഘോഷയാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രഥം വരുന്നുണ്ട്. രഥം തള്ളി 4 പേരുണ്ട്. അവരാണ് രഥഘോഷയാത്ര കൊണ്ടുവരുന്നത്. നമ്മുടെ ഭഗവാനെ കൊണ്ടുവരുവാണ്. അങ്ങനെ പടക്കത്തിൻ്റെ ശബ്ദങ്ങളും എല്ലാം അടുത്ത് അമ്പലത്തിലേക്ക്. അപ്പം ഞങ്ങൾക്ക് അവിടെ കവലയിൽ തന്നെ കുറച്ച് ഓട്ടോ ചേട്ടന്മാരുടെ സ്വീകരണം ഉണ്ടായിരുന്നു. ഘോഷയാത്ര സ്വീകരണം ആണിപ്പം കാണുന്നത്. സ്വീകരണം കഴിഞ്ഞ ശേഷം വീണ്ടും ഘോഷയാത്ര മുമ്പോട്ട് പോയി.
ഘോഷയാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കവലയിലുള്ള സ്വീകരണങ്ങൾ, ഓട്ടോക്കാരുടെ സ്വീകരണമായിരുന്നു. സ്വീകരണമൊക്കെ വൻ സ്വീകരണത്തോടു കൂടി തന്നെ നമ്മുടെ ഈ വർഷത്തെ ഉത്സവ ആറാട്ട് തൈപ്പൂയ മഹോത്സവം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭഗവാന്റെ രൂപമൊക്കെ വെച്ചിട്ടുണ്ട്. അവിടുന്ന് സ്വീകരണങ്ങളൊക്കെ കഴിഞ്ഞു. കാവടി ഘോഷയാത്രയൊക്കെ ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അമ്പലത്തിൽ ചെല്ലാറായി. അമ്പലത്തിൻ്റെ പരിസരത്തായി നമ്മളിപ്പോൾ. ഇനിയിപ്പോൾ അമ്പലത്തിൽ ചെന്ന് കാവടി ഘോഷയാത്ര കാവടി ആടിയ ശേഷം ആറാട്ടുണ്ട്. ആറാട്ടും കഴിഞ്ഞ് കൊടിയിറക്കും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷത്തെ ഉത്സവം ഇവിടെ അവസാനിക്കും. അടുത്ത ഒരു വർഷത്തിന് വേണ്ടി അടുത്ത തൈപ്പൂയ മഹോത്സവം വരുന്നിടം വരെ നമ്മൾ നോക്കിയിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ സ്റ്റേജിൽ ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാമിൽ കൂടി വന്ന വിഷ്ണുവിൻ്റെ കോമഡി ഷോ നടക്കുന്നുണ്ട്. അപ്പം ആളുകളൊക്കെ കോമഡി ഷോ കാണാനും അതുപോലെ കോമഡി ഷോ കാണാൻ കുറേ പേരിരിപ്പുണ്ട്. ആ സമയത്ത് തന്നെ ആറാട്ട് കൊടിയിറക്കുണ്ട്. കൊടിയിറക്ക് കാണാനും കുറേ പേര് നിൽപ്പുണ്ട്. ഞങ്ങൾ കുറച്ച് സമയം കോമഡി ഷോ കണ്ടു. കൊടിയിറക്ക് കണ്ട ഉടനെ തന്നെ ഞങ്ങൾ ഇങ്ങ് പോന്നു. പിന്നെ നിന്നില്ല. ഒരുപാട് സമയം ആയല്ലോ എന്ന് 10:30 കൊടിയിറക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ പോന്നു. പിന്നെ അവിടെ നിന്നാൽ സമയം പോകും എന്നുള്ളത് കൊണ്ട് കോമഡി പരിപാടി സ്റ്റേജിൽ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാമിൽ കൂടെ വന്ന വിഷ്ണുവാണ് ഇപ്പോൾ നിൽക്കുന്നത്. വിഷ്ണുവിൻ്റെ പ്രോഗ്രാമാണ് നടക്കുന്നത്. വിഷ്ണു അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അതോടുകൂടി ഇന്നത്തെ ഉത്സവവും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, ഓക്കെ, സി യു.